എന്തോ ഒന്നിങ്ങോട്ട് വന്നേ വേഗം. അയ്യേ എന്താ ഇത്? ഒരു വിടന്റെ ലുക്ക്. ഈ ന്യൂസ് കണ്ടോ? വായിക്ക്. പോലീസിനെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ ചെറുപ്പക്കാരനെ രക്ഷിച്ച പോലീസുകാരന് പ്രമോഷനും ക്യാഷ് അവാർഡും. കണ്ടോ? ഇതാണ് പോലീസ്. ഇന്ന് വരെ ഒരു കള്ളനെ പിടിക്കാനോ എന്തിന് ഇതുപോലെ ഒരാളെ രക്ഷിക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ വന്ന് കുഞ്ഞിനെ നോക്കണോ അതോ കള്ളന്റെ പുറകെ ഓടണോ? ഓടണ്ട. ഏതെങ്കിലും പ്രമാദമായ ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചാ വരില്ലേ ഇതുപോലെ പത്രത്തിലെ പടവും വാർത്തയൊക്കെ? എനിക്കങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഓഗസ്റ്റ് 15-ന് സുധാകരൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മികച്ച സേവനത്തിനുള്ള മെഡല് വാങ്ങുന്നതിന്റെ കളറ് പടവാ അച്ചടിച്ച് വന്നിരിക്കുന്നത്. കളറ് പടം. അതിന് നിങ്ങളുടെ കൂടെ സർവീസ് കയറിയ ആളല്ലേ സുധാകരൻ? അയാളെ ഇപ്പൊ സർക്കിള്. അത് അവന്റെ കഴിവ്. സമ്മതിച്ചല്ലോ. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന്റെ വാർത്തയും പടവും പത്രത്തിൽ വന്നിരിക്കും സുധാകരന്റെ. അതാ പോലീസ്. നിനക്ക് എന്റെ പടം പത്രത്തിൽ അച്ചടിച്ചു വരണം, അത്രയല്ലേ ഉള്ളൂ. ചരമക്കുളത്തിൽ അച്ചടിച്ചു വരും. അല്ല, ഇത് സെൻസേഷൻ ന്യൂസ് ആയിട്ട് തന്നെ വരണം. രാജി ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിട്ട് ഇതുവരെ ഞാനേ കേസ് കണ്ടുപിടിക്കുന്നത് നിന്നെ കേൾപ്പിക്കാനല്ല. നിങ്ങളൊക്കെ കരുതും ഈ രാജേഷ് ഖന്ന വെറും ഒരു പൂച്ചയാണെന്ന്. എന്നാ തെറ്റി. ഡിപ്പാർട്ട്മെന്റിലുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ. അപ്പൊ പറയും ഈ രാജേഷ് ഖന്ന ഒരു ഹിമക്കരടിയാണെന്ന്. അല്ല, ഇത്രയും നാളും പുലിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് വേനൽക്കാലത്ത്. ഇപ്പൊ തണുപ്പ് കാലമല്ലേ, തണുപ്പ് കാലത്ത് ഹിമക്കരടിയായി മാറും. എന്തായാലും രാജി ആരും കരടി കടുവയെന്നൊന്നും വിളിക്കത്തില്ല. വിളിക്കും. എന്റെ അമ്മച്ചിയാണെ വിളിപ്പിക്കും. ഞാൻ പ്രതികളോട് ചൂടാന്ന് നീ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണോ കാർത്തിയാനി വരുന്നത്? മണി എത്രയായി? 8 മണി മുതൽ 9 മണി വരെ നിങ്ങൾക്ക് ഇവിടെ അല്ലേ ഡ്യൂട്ടി? എന്താ മിണ്ടാത്തത്? നാക്കിറങ്ങി പോയോ? കുന്തം പിടിക്കമാര് നിക്കണ കണ്ടില്ലേ? അശോകൻ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അല്പം താമസിച്ചു പോയി. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത സ്ത്രീ. ഇനി ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്ന എന്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. കൈ ചൂണ്ടി സംസാരിച്ചാലുണ്ടല്ലോ ആ വിരൽ ഞാൻ പിടിച്ചോടിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരുമാതിരി തേങ്ങാക്കള്ളന്മാരോട് സംസാരിക്കുന്ന ഭാഷയിൽ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ എസയൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാ പോരെ. പോട്ടെ കാർത്തിയാനമ്മേ, ക്ഷമിച്ചുകളാ. രാജി വിവരമില്ലാതെ പറഞ്ഞല്ലേ. അങ്ങനെ ഒരു പെർമനന്റ് സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ച് അങ്ങോട്ട് മാറിയിക്കേ. നീക്കേ ഏതായാലും ഒന്ന് വരണ്ടിട്ടുണ്ട്. ഞാൻ എന്താണ് നോക്കിയിരുന്നൂടെ? ഒറ്റടി എന്നല്ല. രാവിലെ സ്റ്റേഷനിൽ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. സാറിന് എന്തൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. മനസ്സിന് പ്രയാസമുള്ള കാര്യമാകുമ്പോ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാലോ, ഭാരവും കുറഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ തടിയുള്ളവരൊക്കെ സങ്കടം പറഞ്ഞ ഭാരം കുറഞ്ഞു കിട്ടുമല്ല. ഈ സാറിന്റെ ഒരു കാര്യം എന്താ സാറേ? കാര്യം എന്നോട് പറ. വീട്ടിൽ ഉഷയ്ക്കാണെങ്കിൽ വന്നു വന്ന് എന്നോടൊരു മതിപ്പില്ല. ഞാൻ വലിയ വലിയ കേസുകൾ കണ്ടുപിടിക്കുന്നില്ല, പത്രത്തിൽ പടം അച്ചടിച്ചു വരുന്നില്ല. ഇതൊക്കെയാണ് അവളുടെ പരാതി. സ്വന്തം ഭർത്താവിന്റെ പടം അച്ചടിച്ചു കാണാൻ ഏതു ഭാര്യയ്ക്കാ സാറേ കൊതിയില്ലാത്തത്? പിന്നെ എന്റെ അച്ഛനല്ലേ പത്രം നടത്തുന്നത്, ഡെയിലി പടം അച്ചടിച്ചു വരാനായിട്ട്. എന്തായാലും ഞാനൊന്ന് സ്ട്രോങ് ആവാൻ പോവുകയാണ്. അതെങ്ങനെ? പ്രതികളെ നോക്കി കണ്ണുരുട്ടിക്കൂടാ, ഓടിച്ചൂടാ, അടിച്ചൂടാ എന്നൊക്കെ ഈ പത്രക്കാർ തന്നെയല്ലേ എഴുതി പിടിപ്പിക്കണത്. സാറ് വിഷമിക്കണ്ട, ഏതെങ്കിലും ഒരു കേസ് വന്നുവിടും. പത്രത്തിൽ പേര് വരുന്നൊരു കേസ്. സാറിന് നീന്തലറിയോ? ഉവ്വ്. ഏതെങ്കിലും ഒരുത്തനെ ഓടിച്ച് കുളത്തിൽ ചാടിച്ചിട്ട് രക്ഷിച്ചാ മതി, പേര് വരും പത്രത്തില്. അതാ ഇപ്പൊ സാറേ പുതിയ ഫാഷൻ. നീന്താൻ ഞാൻ എക്സ്പെർട്ടാ. 24 മണിക്കൂറും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവനായി ഈ രാജേഷ് ഖന്ന. പക്ഷെ എടുക്കുമ്പോ ജീവനുണ്ടാവില്ലെന്ന് മാത്രം. തിരിച്ചോ വണ്ടി എടുക്കണോ? ചേച്ചി, ചേച്ചി
ആ ദാ, സാറല്ലേ? എനിക്കറിയില്ല. ദാ, സാറിന്റെ യൂണിഫോം വൈകുന്നേരം കൊണ്ടുവരാം. മഴയായതുകൊണ്ടാണേ. അതൊക്കെ നീ നേരിട്ട് കണ്ടങ്ങ് പറഞ്ഞേച്ചാ മതി. അല്ല, നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? ഉം. എണക്കവും പിണക്കവും ഒക്കെ നീ പറയുന്നത് എന്തിനാ? പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി കേട്ടാ. ഓ, ഓ. ഇതിനെത്രായി? അല്ല, കണക്ക് സാറിന് ഡ്രസ് കൂടി കൊണ്ടുവന്നിട്ട് സാറിനോട് പറഞ്ഞോളാം. ആ ആ. ശരി എന്നാ. SI സാറും പെമ്പ്രന്നൂരുമായിട്ട് എന്തോ സാരമായിട്ടുള്ള ഉടക്കുണ്ട്. ഹാ. ഏ? നീ അശോകൻ സാറിന്റെ വീടിനടുത്തൂടാന്നാ അതെ. പോകുന്നത്? എന്നെ ഒന്ന് ആ, ഇറക്കാവോ? കേറിക്കോ. ഇതൊന്ന് പിടിച്ചേ. ഓ. ആ, ആ, കേറിയോ? ശരി ശരി. ആ, ഓക്കെ. SI സാറും ഭാര്യയായിട്ട് എപ്പോഴും ഉടക്കല്ലേ? എപ്പോ നോക്കിയാലും ഉടക്ക് തന്നെ. ആ. അങ്ങേർക്കൊരു കൂർക്കയുടെ വില പോലും ആ പെണ്ണുമ്പിള്ള കൊടുക്കുകയല്ലേ. തണ്ടു പിടിച്ച പെണ്ണുമ്പിള്ള തന്നെ, സമ്മതിക്കണം. അവക്കേ ആ പാവത്തിനെ കളഞ്ഞിട്ട് പുതിയ ഒരാളെ കെട്ടിയാ കൊള്ളാവുന്നു. തന്നല്ലേ? ഞാൻ കാണുന്നതല്ലേ ഇതൊക്കെ. നീ വണ്ടി വിട്ട്. ആ ഖന്ന സാറിന്റെ വീട്ടിലെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. പന്നസാറാ? ഏത് പന്നസാർ? ഹ, ഖന്ന സാറ് SI. ഓ, രാജേഷ് ഖന്ന. ഞാൻ ഇന്ന് രാവിലെ തുണി കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴാ അറിഞ്ഞത്. ഹ, നീ എന്തിനാടാ ഈ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന കാര്യങ്ങൾ വീട് വിടാന്തരം കയറി പറഞ്ഞു നടക്കണേ? അതത്ര നല്ലതല്ല, മോശം. ആഹാ, ആ, ആ, ആ. എന്നിട്ട് ബാക്കി പറ. ഞാൻ കേട്ടില്ല. ആ, പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. എന്ത്? ഹാ, മിക്കവാറും അവരടിച്ചു വിരിയും. പച്ച തെറിയല്ലേ ആ പെണ്ണുമ്പിള്ള അങ്ങനെ വിളിക്കുന്നത്. നീ എണ്ണുന്നുണ്ടോ? ആ, ഇനി വഴക്കൂടുമ്പോഴാവട്ടെ എത്ര തെറിയാണ് വിളിച്ചതെന്ന് കൃത്യമായിട്ട് വന്ന് എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം. ആ, ഞാൻ തുണിയുടെ കാര്യം പറഞ്ഞത്. ഇടി ഇവൻ പറയുന്ന ആ SI രാജേഷ് ഖന്നയുടെ കാര്യമാണ്. അത് മിക്കവാറും ഡൈവോഴ്സ് ആകും. ഡൈവോഴ്സ് ആയോ? ഡൈവോഴ്സ് ആയില്ല. അത് ഡൈവോഴ്സ് ആകും. ഡൈവോഴ്സ് ആകില്ല. ഡൈവോഴ്സ് ആകും. നിങ്ങളോട് ആരാ പറഞ്ഞേ? ഡൈവോഴ്സ് ആകുന്നല്ലേ പറഞ്ഞത്? ദേ, അനാവശ്യം പറയരുത്. അത് ഡൈവോഴ്സ് ആകും. പിന്നെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളിത് ഡൈവോഴ്സ് ആക്കാതിരുന്നാ മതി. നീ ആ ഡൈവോഴ്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാ പറ. വേറൊന്നുമല്ല, ആ SIക്ക് മെഡൽ കിട്ടുന്നില്ലെന്നോ, കേസ് കണ്ടുപിടിക്കുന്നില്ലെന്നോ, പത്രത്തിലും ടിവിയിലും വാർത്തയും പടവും ഒന്നും വരുന്നില്ലെന്നോ, അങ്ങനെ ഏതാണ്ട് കാര്യമാ. ആ കാർത്തിയാനിയമ്മയാ പറഞ്ഞത്. അവരെ കോണ്ടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാം. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട്. നീ പോയിട്ട് കോളനിയിൽ വേറെ വല്ലയിടത്തും കൂടി ഡൈവോഴ്സ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വാ. ചെല്ലി. ഒരുപാട് നാളായി ഈ കോളനിയിൽ ഒരു ഡൈവോഴ്സ് നടന്നിട്ട്. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മെല്ലെ ഓതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ. എവിടെയോ കൊണ്ട് പരിചയമുള്ള നടന്നു. അതെ അതെ. അയ്യോ, ഇതാര് സാറായിരുന്നോ? SI സാറാണെന്ന് പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ല. സാർ അമ്പലത്തിൽ പോയിരുന്നോ? ഇല്ല, അമ്പലത്തിൽ പോയി നിന്നു. സാർ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അതെ, നിങ്ങളിത് കണ്ടോ? എന്താ ഇത്? തമാശ പറയാനുള്ള വല്ല സാമഗ്രികൾ വേണോ? ശത്രു സംഹാര യന്ത്രമാണ്. കൊള്ളാം, സാറിനും ശത്രുക്കളും. പോലീസുകാർക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊള്ളക്കാരുമാണ്. എല്ലാത്തിനും ഞാൻ അമർച്ച ചെയ്യും. ഡിപ്പാർട്ട്മെന്റിലും വീട്ടിലും പിന്നെ ഈ കോളനിയിലും എനിക്ക് പേരെടുക്കണം. നോക്കിക്കോ, നിങ്ങളൊക്കെ ഞെട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. പോട്ടെ പൊന്നു. പ്രസാദ തങ്കപ്പനി ചെവിയിൽ വെച്ചോ, ചെമ്പരത്തിപ്പൂ ആവശ്യം വരും. ഇയാൾക്ക് എന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിന്റെ നെറ്റിയിൽ ചന്ദനം തേച്ചത്? അതുകൊണ്ടല്ലേ ചേട്ടന്റെ ചെവി ചെമ്പരത്തിപ്പൂ വെച്ചത്. അതെ. കാർത്തിയാനമ്മേ, കാർത്തിയാനമ്മേ, ഈ പെണ്ണുമുള്ള എവിടെ പോയി കിടക്കണേ? കാർത്തിയാനമ്മേ, ഷെടാ. എന്താ ഈ കുഞ്ഞു കിടന്ന് കരയുന്നത് കേട്ടില്ലേ? സാറേ, എനിക്ക് 6 കൈയൊന്നുമില്ല. ഒരേ സമയത്ത് കൊച്ചിനെ എടുക്കാനും മാവ് കുഴക്കാനും. നിങ്ങൾ തർക്കുത്തരം പറയാതെ കുഞ്ഞിനെ കുഴക്കതല്ലേ? എന്താ കുഴക്കാനാ? കുഞ്ഞിനെ എടുക്കാൻ ചപ്പാത്തി പിന്നെ കുഴക്കാം. അല്ല, സാറിന് എന്താ കുഴപ്പം? കുറെ നേരമായല്ലോ.
85-ൽ നടന്ന കൊച്ചമണി കൊലക്കേസിന്റെ ഫയലുകൾ ചെയ്യുക. ചെകേരെന്താ നിങ്ങൾ കോഴിയാ? കോഴിയല്ല, പുലിയാണ് ഞാൻ, പുലി. ഓ ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ നടക്കുക. പ്രതികളെ പിടികൂടിയ എനിക്കൊരു പ്രമോഷൻ ഓ ഉറപ്പാ. സന്ധ്യ നേരത്തെ കോമഡി പറയല്ലേ, പോയി കൊച്ചിനെടുക്ക്. നാശം. അവളെവിടെ? ആ നേരെ 8 മണിയായിട്ട് അവക്കൊന്ന് വീട്ടിൽ കയറിക്കൂടെ? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇന്നലെ വന്നതാ 9 മണിക്ക്. പാതിരാത്രി എവിടെയൊക്കെ ഇറങ്ങിപ്പോന്ന ആർക്കറിയാം? നിങ്ങൾക്കൊന്ന് ചോദിച്ചാലെന്താ? ഞാൻ ചോദിക്കുന്നതിന് സാറല്ലേ അവളെ ഭർത്താവ്, ചോദിക്കണം. ചോദിക്കും. ദാ ഇത് കണ്ടോ? എന്തോന്ന് കുത്തിവെച്ച പാടാ? ശ്ശോ, ഏലസ്. ഏലക്കായ? ഏലക്കായല്ല, നല്ല ഏലസ്. ശത്രു സംഹാര യന്ത്രം. ഇത് വെച്ച് എന്ത് കാണിക്കാൻ പോവാ? ഇത് കയ്യിലുണ്ടെങ്കിൽ ആരെ പേടിക്കണ്ട. അതല്ലേ കൊച്ചമണി കൊലക്കേസിലെ ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചത്. അവള് വരട്ടെ. ഈ വീട്ടിൽ ഞാനാണോ അവളാണോ ഭർത്താവെന്ന് കാണിച്ചു കൊടുക്ക. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, കുഞ്ഞു വല്ലാത്തൊരു കരച്ചില്. ഉഷ എവിടെ പോയിരുന്നു? ക്ലബില് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചേ? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രാജി, മോൻ കിടന്ന് കരയുന്ന കണ്ടില്ലേ? ഒന്നെടുത്തേ. ഹോ, ഒന്ന് മാറിക്കേ. ഭയങ്കര ക്ഷീണം. ഒന്ന് കിടക്കട്ടെ. സാറേ അടുക്കളയിൽ പോയി ചപ്പാത്തി ഉണ്ടാക്ക്, ഞാൻ ദേഹം ഒന്ന് കഴുകട്ടെ. ഞാൻ ചപ്പാത്തി എടുക്കണോ അല്ലെങ്കിൽ കുഞ്ഞിനെ എടുക്കണോ? രാജി! ഓ മോനെ, അല്ലെങ്കിൽ അമ്മ ചിലപ്പോ കരുതുള്ളൂ. സാറിന് വേദന തലയ്ക്കല്ല, മനസ്സിനാ. അതെ, വീട്ടിൽ ചെന്ന ഒരു സമാധാനം കിട്ടുന്നില്ല. ഉഷയുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അതിനുവേണ്ടിയാ കൊച്ചമണി കൊലക്കേസിലെ ഫയല് പോലും ഞാൻ റീഓപ്പൺ ചെയ്തത്. അതിനുള്ളൊരു ചാൻസ് നമുക്ക് ഒപ്പിക്കാം സാറേ. എങ്ങനെ? ഇന്ന് സ്റ്റേഷനിൽ MW ചാനലിൽ നിന്ന് വിളിച്ചിരുന്നു. കാക്കിക്കുള്ളിലെ ജീവിതം എന്ന പരിപാടിയിലേക്ക് ഒരു ഇന്റർവ്യൂ നടത്താനായിട്ടാണ് അവർ വിളിച്ചത്. വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കട്ടെ സാർ. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് ഭയങ്കര നാണാ. നാണിക്കാനൊന്നുമില്ല, ഇതൊരു നല്ല ചാൻസാ, നഷ്ടപ്പെടുത്തരുത്. ഇന്റർവ്യൂവിന് ഞാൻ എന്ത് പറയും? സാറിന്റെ കേസ് അന്വേഷണം നടത്തുന്ന രീതിയെക്കുറിച്ചോ അതിസാഹസികമായ ഏതെങ്കിലും ക്രിമിനലിനെ കീഴടക്കിയതിനെ കുറിച്ചോ അങ്ങ് വർണ്ണിച്ചു പറഞ്ഞാൽ മതി. ഞാനങ്ങനെ അതിസാഹസികമായിട്ട് ആരും കീഴ്പ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇന്റർവ്യൂ അല്ലേ, പറയുന്നത് മുഴുവൻ സത്യമാവണമെന്നില്ല. ചുമ്മാ ഒരു കള്ളക്കഥ പറഞ്ഞാ മതി, കാണുന്നവരും വിശ്വസിക്കും. മാത്രമല്ല സാറിന്റെ വൈഫും അങ്ങ് ഞെട്ടും. അത് പിന്നെ സാറ് വേണ്ടാന്ന് പറയരുത്, ഒരുപാട് ആൾക്കാർ കാണുന്ന പരിപാടിയല്ലേ. ആ, ആ. സാറിന്റെ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയ അവസരം ഇത്. ഇപ്പൊ തന്നെ വേണോന്നൊന്നുമില്ല, പിന്നെയാലും മതി. മതിയല്ലേ? മതി മതി. എന്നാ താൻ വിളിച്ചു പറ, ഞാൻ റെഡിയാണെന്ന്. എടോ, വണ്ടി എടുക്കടോ. അയ്യോ, 2 മിനിറ്റ് വണ്ടി താഴെ. നിർത്ത് നിർത്ത്. ഈ രാജേഷ് ഖന്നയുടെ വീട് അത് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോ വലതുവശത്ത് കാണുന്ന 2 നില കെട്ടിടം, ആ വീടാണ്. എവിടെന്നാ? ചാനലിൽ നിന്നാണ്. MW വിഷൻ. ചാനലിൽ നിന്നാണല്ലേ? അതെ. ചാനലുകാരെന്തിനായിരിക്കും രാജേഷ് ഖന്നയെ അന്വേഷിച്ചു വന്നത്? ചാനലുകാർ അന്വേഷിച്ചു വരാൻ മാത്രം വലിയ ആളായോ? അയാളെ സർവീസിൽ നിന്ന് എടുത്ത് കളഞ്ഞു കാണും. ചാനലുകൾക്ക് എന്തെങ്കിലും വാർത്ത വേണ്ടേ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നണേ. അല്ലെങ്കിൽ രാജേഷ് ഖന്നയെ പോലുള്ളവർ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ കേറി എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാനായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നാകാനേ വഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉഷയൊക്കെ TV-യിൽ വരും, ഉറപ്പാ. ഹോ, പിന്നെ അവളുടെ ജാട സഹിക്കാൻ പറ്റില്ല. എന്താ നിനക്ക് TV-യിൽ വരണം? ഇത്രയും ഗ്ലാമറുള്ള സ്ഥിതിക്ക്. പൊന്നു, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഗ്ലാമറിനെ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തരുത്. അയ്യടാ, എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അയ്യേ, എനിക്ക് TV-യിലൊന്ന് മുഖം കാണിച്ച കൊള്ളാന്നുണ്ട്. ഓ, തേപ്പുകാരൻ വരെ കൂളിംഗ് ക്ലാസും വെച്ച് ബൈക്കിൽ വരാൻ തുടങ്ങി. തങ്കപ്പണ്ണ, കേറി വാടേ. അപ്പൊ നിനക്ക് TV-യിൽ മുഖം കാണിക്കണമല്ലേ? എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ രാജേഷ് ഖന്ന സാറിന്റെ വീട്ടിലേക്ക് പോകാം. ആ, ആ, ആ.
അല്ലെങ്കിൽ വേണ്ട. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അഭിനയിക്കാൻ വിളിച്ചെന്ന് വരും. അതുവല്ലേ മെനക്കേടാകും. തങ്കപ്പണ്ണ അതുവാടേ. നമ്മൾ വിചാരിച്ചതുപോലൊന്നും അല്ല. നമ്മുടെ ഖന്ന സാറേ സെറ്റപ്പ് കക്ഷിയാ. രാജേഷ് ഖന്ന സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ചാനലിൽ നിന്ന് ആൾക്കാർ വന്നു. ശരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണോ അവര് വന്നത്? അതേന്നെ, ഞാനിപ്പോ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. രാജേഷ് ഖന്ന സാറിന്റെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെ അവർ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. പിന്നെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ ഒരാൾ പറഞ്ഞത്. ആണോ? ആ അയ്യോ ചേട്ടാ, നമുക്കൂടെ പോവാം. രാജേഷ് ഖന്ന സാർ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ? ഇവിടെ താമസിക്കുന്ന ഒരാൾ, അത്രക്കുള്ള പരിചയമുള്ളൂ. അത്ര മതി അല്ല രമണ? മതി, ധാരാളം. മതിയോ? ആ വരുന്നെങ്കി വാ. പിന്നെ ഞാൻ ചിലപ്പോ രണ്ടു വാക്ക് സംസാരിച്ചെന്നിരിക്കും. അയ്യോ, എങ്കിലും ഇവരെ ടിവിയിൽ വരും. നമുക്ക് പോവാന്നേ, പോവാം. നിനക്ക് പോണോ? ആ പോണം. എന്നാ നീ പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി നല്ല വൃത്തിയുള്ള ഡ്രസ്സ് കൊണ്ടുവാ. ഞാനും കുറച്ച് ഗ്ലാമർ കൂട്ടിയിട്ട് വരാം. നീ ഇപ്പൊ വെയിറ്റ്. വരാവേ. അമ്മ ടിവിയിലൊക്കെ ഒന്ന് മുഖം കാണിക്കാം. രാജി, സാരി മതിയോ അതോ ചുരിദാർ വേണോ? ഞാൻ യൂണിഫോമിലായിരിക്കും. എന്റെ കാര്യം ചോദിച്ചത്. ഉഷയല്ല, എന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞാനും ഇന്റർവ്യൂവിനുണ്ടാവും കേട്ടാ. ഞാനേ ഒന്നും കൂടെ ഒന്ന് ഒരുങ്ങിയിട്ട് വരട്ടെ. കുറച്ച് ഓർണമെന്റ്സും കൂടി ഇടാം. ഇങ്ങനൊരു സാധനം. സാർ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഓക്കെ, ഞങ്ങൾ പുറത്ത് കാണാം. സാർ എന്താ പറയാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ പറയണം. എന്തു പറഞ്ഞാലും വേണ്ടില്ല, കേട്ടാ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന രീതി പറയണം. സംസാരിക്കാൻ ഞാൻ പുലിയാണ്, പുലി. അതൊക്കെ ഞാനേറ്റ്, നിങ്ങൾ പോയിക്കോ. അല്ല സാറേ, ഞാൻ ഇന്റർവ്യൂ നിൽക്കണ്ടേ? തള്ളേ, 40 വയസ്സിന് മുകളിലുള്ള ഒരാളും എന്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കണ്ട. അപ്പൊ ഈ കുട്ടിയോ? ഞാനൊരു അച്ഛനാണെന്ന് ജനം അറിയണ്ട. എന്റെ ഇമേജ് പോകും. അയ്യോ, ചില സിനിമാടന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? അതാ കുട്ടീനെ ഒഴിവാക്കുന്നത്. അച്ചടെ തുക്കട്. ആ പോട്ടെ. ആള് കൊള്ളാവല്ലോ. ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇല്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആരാ? ഞാൻ രാജേഷ് ഖന്നയുടെ കളിക്കൂട്ടുകാരനാണ്. അവന്റെ ലൈഫിലെ അതിസാഹസികമായ പല മുഹൂർത്തങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. ഞാൻ രണ്ടുപേരും സാക്ഷിയാണ്. ഞാൻ ഉഷയെന്ന് കണ്ടു. ആ പോയി കണ്ടിട്ട് വാ. ഞങ്ങളെ കൂടിയൊക്കെ മെയിൻ ആയിട്ട് എടുക്കണേ. എന്താ കുട്ടിയുടെ പേര്? പ്രിയ. ഞാൻ ഇവിടെ നിന്നോളാം. ഇറങ്ങിപ്പോടേർക്കാ. സാറ് പറഞ്ഞു കേട്ടില്ലേ? പോ, പോ, പോയിക്കോ, നിക്ക്. അത് നിങ്ങളുടെ ബന്ധുവൊന്നും അല്ലല്ലോ. ഏയ്, ഇവിടത്തെ തേപ്പുകാരൻ ബന്ധുവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂ തുടങ്ങാണ്. സാർ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. ശരി സാർ, ഇരിക്കൂ. ടിവിയിൽ വരും വരൂ. നമസ്കാരം. MW ടിവിയിലെ കാക്കിക്കുള്ളിലെ ജീവിതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സാർ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി? ഈ വരുന്ന കുംഭത്തിൽ 5 വർഷം തികയും. 5 വർഷത്തിനിടയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയാ ചോദിച്ചത്. ഞാൻ ഇവിടെ പറഞ്ഞു. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു വാറ്റ് കേന്ദ്രം തകർക്കാനായിട്ട് ഞാൻ ഏറിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. സാർ ഒറ്റയ്ക്കോ? അതെ, സാഹസികമായ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കേ ചെയ്യാറുള്ളൂ. അവിടെ വെച്ചാണോ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്? അതെ, അവിടെ കോറിൽ പാറ പൊട്ടിക്കുന്ന ശബ്ദമാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞെട്ടിച്ച സംഭവം. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏത് സംഭവം?